Hello everyone, welcome to Bosco Campus Vision. Today I am going to discuss the topic alter, drop and rename commands in SQL. First one is alter command. Alter table command is used for make some changes in existing table. Okay, അതായത് ഒരു എക്സിസ്റ്റിംഗ് ടേബിളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ദ ഓൾട്ടർ കമാൻഡ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ അണ്ടർ ഫോളോയിങ് കേസസ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന കേസസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓൾട്ടർ കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് വെൻ എ യൂസർ വാണ്ട്സ് ടു ആഡ് എ ന്യൂ കോളം. ഒരു എക്സിസ്റ്റിംഗ് ടേബിളിൽ കുറേ കോളംസ് ഓൾറെഡി ഉണ്ട്, അതിലേക്ക് പുതിയൊരു കോളത്തെ ആട്രിബ്യൂട്ടിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്യും. രണ്ടാമതായി ടു ചേഞ്ച് ദ വിഡ്ത്ത് ഓർ ഡേറ്റ ടൈപ്പ് ഇറ്റ് സെൽഫ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കോളം. നിലവിലുള്ളൊരു കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്യാം. മൂന്നാമതായി ഏതെങ്കിലും കൺസ്ട്രെയിൻസിനെ എനേബിളോ ഡിസേബിളോ ആക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് കൺസ്ട്രെയിൻസ് കണ്ടായിരുന്നു, പ്രൈമറി കീ, നൾ, ചെക്ക്, ഫോറിൻ കീ, അങ്ങനെ യുണീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഈ ഏതെങ്കിലും കൺസ്ട്രെയിൻസിന് നമുക്ക് ആക്റ്റീവോ ഡിസേബിളോ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് കോളത്തിലേക്ക് പുതിയൊരു കൺസ്ട്രെയിൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഓൾട്ടർ കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒന്നെന്ന് പറയുന്നത് നമുക്ക് കൺസ്ട്രെയിൻസിനെ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ നിലവിലുള്ള കൺസ്ട്രെയിൻസിനെ ഡ്രോപ്പ് ചെയ്യാനോ വേണമെങ്കിലും ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്യാം. സോ യൂസറിന് ഒരു പുതിയ കോളം ആഡ് ചെയ്യാൻ ഓൾട്ടർ കമാൻഡ് അപ്ലൈ ചെയ്യാം, ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ, എക്സിസ്റ്റിംഗ് കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ അപ്ലൈ ചെയ്യാം, കൺസ്ട്രെയിൻസിനെ എനേബിളോ ഡിസേബിളോ ആക്കാം, അതുപോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് കോളത്തിന് കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യാം, നിലവിലുള്ള കൺസ്ട്രെയിൻസിനെ മോഡിഫൈ ചെയ്യാം, ഉള്ള കൺസ്ട്രെയിൻസിനെ ഡ്രോപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾക്കാണ് ഓൾട്ടർ ടേബിൾ കമാൻഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സിൻടാക്സ് ഫോർ ഓൾട്ടർ ടേബിൾ കമാൻഡ്. The syntax is alter table name, add column name, data type, size. So alter table capital letter കൊടുക്കാൻ കാരണം അത് കമാൻഡ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, alter സ്പേസ് ടേബിൾ സ്പേസ് ടേബിൾ നെയിം സ്പേസ് ആഡ് എന്ന് പറയുന്നത് പുതുതായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ്. ആഡ് സ്പേസ് കോളം നെയിം സ്പേസ് ഡേറ്റ ടൈപ്പ് ഓഫ് സൈസ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിലേക്ക് സാലറി എന്ന് പറഞ്ഞൊരു കോളത്തെ പുതുതായിട്ട് ആഡ് ചെയ്യണം. അതിന് വരേണ്ട ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ 7,2. ഓക്കെ, സ്കെയിലും പ്രിസിഷനുമാണ് കൊടുത്തിരിക്കുന്നത് സൈസിൽ. സോ അതെങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സിൻടാക്സ് അറിയാം. ഓൾട്ടർ സ്പേസ് ടേബിൾ, അതാണ് നമ്മുടെ കമാൻഡ്, സ്പേസ് ടേബിൾ നെയിം അതായത് എംപ്ലോയി, സ്പേസ് ആഡ് സ്പേസ് കോളം നെയിം ഏതാണ്, സാലറി, സ്പേസ് ഡേറ്റ ടൈപ്പ് നമ്പർ ഓഫ് സൈസ് 7,2 സെമിക്കോളൻ. So this is the query alter table employee add salary number of 7,2. സോ ഇങ്ങനെയാണ് പുതിയ ഒരു കോളത്തെ എക്സിസ്റ്റിംഗ് ടേബിളിലേക്ക് ആഡ് ചെയ്യുന്നത്. സെക്കൻഡ് ഈസ് a alter table name, modify column name, data type of size. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോളത്തിൻ്റെ സൈസിന് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പിനെ ചേഞ്ച് ചെയ്യാം. ഇപ്പം നിലവിലൊരു സൈസ് 8 ആണെങ്കിൽ നമുക്കതിനെ 10 ആക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമാൻഡാണ് എന്ത്, ഓൾട്ടർ ടേബിൾ നെയിം മോഡിഫൈ. ആഡ് നേരത്തെ നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ മറ്റൊരു കമാൻഡാണ് മോഡിഫൈ, ഉള്ളതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓൾട്ടർ സ്പേസ് ടേബിൾ നെയിം സ്പേസ് മോഡിഫൈ ഓഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് കോളം നെയിം സ്പേസ് ഡേറ്റ ടൈപ്പ് സ്പേസ് ഇല്ല സൈസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ചേഞ്ച് സൈസ് ഓഫ് കോളം സാലറി വിത്ത് ഡേറ്റ ടൈപ്പ് 10,3. സാലറി എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തു, അതിൻ്റെ സൈസ് എന്താക്കി മാറ്റണം, 10,3 ആക്കി മാറ്റണം. അതായത് സ്കെയിലും പ്രിസിഷനും 10 ഉം 3 ഉം ആണ്. സോ ഓൾട്ടർ ടേബിൾ സ്പേസ് എംപ്ലോയി സ്പേസ് മോഡിഫൈ സാലറി നമ്പർ 10,3. ഓക്കെ, അപ്പം മോഡിഫൈ കമാൻഡ്
കോളം നെയിം സാലറി, ഡേറ്റ ടൈപ്പ് നമ്പർ, പ്രിസിഷൻ. സോ ഇതാണ് നമുക്ക് ഒരു ടേബിളിൽ ഡേറ്റ ടൈപ്പിനെ മോഡിഫൈ ചെയ്യാനായിട്ടുള്ള സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എംപ്ലോയി ഒരു ലൈനിൽ കൊടുത്തു, മോഡിഫൈ തൊട്ട് താഴത്തെ ലൈനിൽ കൊടുത്തു, പ്രോബ്ലം ഇല്ല. എംപ്ലോയിക്ക് ശേഷം ഒരു സ്പേസ് ഇട്ട് അവിടെ തന്നെ കൊടുത്തു, അതൊരു വിഷയമല്ല. നമുക്ക് തൊട്ടടുത്ത ലൈനിലായാലും ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഒരു എൻ്റർ കീ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സ്പേസ് ഇട്ട് നേരെ തന്നെ എഴുതി പോയാലും മതി. ഓക്കെ, അതൊന്നും നമുക്ക് SQL എഴുതുന്ന സമയത്തൊരു എററായിട്ട് വരത്തില്ല. അതിനി അങ്ങോട്ടുള്ള കമാൻഡിലെല്ലാം അങ്ങനെയാണ്. ഒറ്റ ലൈനിൽ പറ്റാതെ താഴെ വേണേൽ നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്ത് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഒറ്റ ലൈനായിട്ടും എഴുതിപ്പോവാം. സോ രണ്ടാമത്തെ എക്സാമ്പിൾ എക്സിസ്റ്റിംഗ് ഡേറ്റ ടൈപ്പിനെ മോഡിഫൈ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ alter table name, drop constraint name. ഓക്കെ, നമുക്കൊരു കൺസ്ട്രെയിന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കൺസ്ട്രെയിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള സിൻടാക്സ് ആണ് ഓൾട്ടർ സ്പേസ് ടേബിൾ നെയിം ഡ്രോപ്പ് സ്പേസ് കൺസ്ട്രെയിൻ നെയിം. ഓക്കെ, ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടേബിളിൽ കോളത്തെ ഡ്രോപ്പ് ചെയ്യാം. സോ അതിൻ്റെ കമാൻഡ് ഓൾട്ടർ ടേബിൾ നെയിം ഡ്രോപ്പ് കോളം നെയിം. അതായത് സാലറി എന്ന് പറഞ്ഞൊരു കോളം നമ്മൾ ആഡ് ചെയ്തു, അതിന് നമുക്ക് ഡ്രോപ്പോ ഡിലീറ്റോ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഓൾട്ടർ ടേബിൾ എംപ്ലോയി ഡ്രോപ്പ് കോളം സാലറി. ഇത് ഓൾട്ടർ സ്പേസ് ടേബിൾ കമാൻഡ് സ്പേസ് ടേബിൾ നെയിം എംപ്ലോയി സ്പേസ് ഡ്രോപ്പ് കമാൻഡ് സ്പേസ് കോളം നെയിം സാലറി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടേബിളിൻ്റെ ആട്രിബ്യൂട്ടിനെ അല്ലെങ്കിൽ കോളത്തെ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് ലാബ് ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കമാൻഡുകളാണ് ഇതെല്ലാം. സോ ഇറ്റ്സ് ഓൾ ദീസ് കമാൻഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഡ്രോപ്പ് കമാൻഡ്. സോ നമ്മളിപ്പോൾ കണ്ടത് ഓൾട്ടർ കമാൻഡ് ആയിരുന്നു, അതിൻ്റെ എക്സാമ്പിൾസ് കണ്ടു. നെക്സ്റ്റ് ഇസ് ഡ്രോപ്പ് കമാൻഡ്. Drop space table command is used to remove all data from a database or remove a table. ഒരു ടേബിളിനെ ഡേറ്റാബേസിൽ നിന്ന് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ടേബിളിൻ്റെ അകത്തുള്ള എല്ലാ ഡേറ്റാസിനെയും റിമൂവ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോപ്പ് ടേബിൾ കമാൻഡ് കൊടുക്കുന്നത്. സിൻടാക്സ് എന്ന് പറയുന്നത് ഡ്രോപ്പ് സ്പേസ് ടേബിൾ നെയിം. ഓക്കെ, ഇപ്പം നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത് എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളാണെങ്കിൽ ഡ്രോപ്പ് സ്പേസ് ടേബിൾ സ്പേസ് എംപ്ലോയി. ഓക്കെ, ഇനി നമ്മൾ പ്രീവിയസ് സെഷനിൽ ഒരു കമാൻഡ് പഠിച്ചായിരുന്നു, ഡിലീറ്റ് എന്ന് പറഞ്ഞ കമാൻഡ്. സോ ഡിലീറ്റും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഡിലീറ്റിലെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമുണ്ട്. ആ ടേബിളിലെ എല്ലാ റോ വാല്യൂസിനെയും പോയി ഡിലീറ്റ് ചെയ്യുകയാണ് ഡിലീറ്റ് ടേബിളിൽ. ഓക്കെ, അപ്പോൾ അവിടെ ഡേറ്റാസ് എല്ലാം എറേസായി പോവും, പക്ഷേ ആ ടേബിളിൻ്റെ സ്ട്രക്ചർ അതേ കണക്ക് തന്നെ നിൽക്കും. അപ്പം മറ്റെന്തിനെങ്കിലും നമുക്ക് ആ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ടേബിളിലെ വാല്യൂസിനെ ഡിലീറ്റ് ചെയ്ത് കളയാണ്, പക്ഷേ ടേബിൾ സ്ട്രക്ചറിനെ കളയത്തില്ല. സോ ഡിലീറ്റിൻ്റെ സിൻടാക്സ് തന്നെയായിരുന്നു ഡിലീറ്റ് സ്പേസ് ടേബിൾ നെയിം. അവിടെ ടേബിൾ എന്ന് പറഞ്ഞ കമാൻഡ് വരുന്നില്ല, ഡിലീറ്റ് ടേബിൾ നെയിം അല്ലെങ്കിൽ ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം. ഇനി എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം വെയർ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ സോ ആൻഡ് സോ ഇസ് ഈക്വൽ ടു അങ്ങനെയെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വെയറിൽ കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ സിംപ്ലി ആ ടേബിളിനെ ഡിലീറ്റ് ചെയ്യുക, ഡിലീറ്റ് ടേബിൾ നെയിം അല്ലെങ്കിൽ ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം. ഇനി ഡ്രോപ്പ് ആണെങ്കിൽ ഡ്രോപ്പ് ടേബിൾ നെയിം എന്നാണ്. അപ്പോൾ ഈ രണ്ട് കമാൻഡും ചെയ്യുന്ന ഒരേ കാര്യമാണെങ്കിൽ ഉള്ള വ്യത്യാസം, ഡിലീറ്റ് ആകുമ്പം ടേബിളിലെ വാല്യൂസിൻ്റെ റോ വാല്യൂസിൻ്റെ ഡിലീറ്റ് ചെയ്യും, പക്ഷേ സ്ട്രക്ചർ ചിലപ്പോൾ അതേ കണക്ക് കാണും. പക്ഷേ ഡ്രോപ്പ് ആണെങ്കിൽ ഡേറ്റാബേസിൽ നിന്ന് ആ ഡേറ്റയും ആ ടേബിളിനെയും എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, റിമൂവ് ചെയ്ത് മാറ്റാൻ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഡ്രോപ്പും ഡിലീറ്റും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഡ്രോപ്പ് കമാൻഡ്. നെക്സ്റ്റ് കമാൻഡ് ഇസ് റീനെയിം. സോ ഒരു എക്സിസ്റ്റിംഗ് ടേബിളിന് എപ്പോഴും നമ്മളൊരു പേര് കൊടുത്തായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പേരിന് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് റീനെയിം കമാൻഡ്. ടു ചേഞ്ച് ദ നെയിം ഓഫ് ദ ടേബിൾ അല്ലെങ്കിൽ വ്യൂവും ടേബിളിന് സിമിലർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മൾ അടുത്ത സെഷനിലൊക്കെ അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു ടേബിളിനെയോ വ്യൂവിനെയോ ഒക്കെ റീനെയിം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് റീനെയിം കമാൻഡ്. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ റീനെയിം
സ്പേസ് ഓൾഡ് നെയിം ടു ന്യൂ നെയിം. പഴയ പേര് ടു പുതിയ പേര്. എക്സാമ്പിൾ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിനെ EMP എന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. സോ റീനെയിം കമാൻഡ് സ്പേസ് ഓൾഡ് ടേബിൾ നെയിം എംപ്ലോയി ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡാണ് ടു ന്യൂ നെയിം EMP. സോ റീനെയിം എംപ്ലോയി ടു EMP സെമിക്കോളൻ കൊടുത്ത് ടെർമിനേറ്റ് ചെയ്യുന്നു. സോ ഒരു എക്സിസ്റ്റിംഗ് ടേബിളിൻ്റെ പേര് മാറ്റി പുതിയ പേര് കൊടുക്കാനാണ് എന്ത് ചെയ്യുന്നത്, റീനെയിം കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൾട്ടർ കമാൻഡ് ആയിരുന്നു. എക്സിസ്റ്റിംഗ് ടേബിളിൽ പുതിയ കോളത്തെ കൊടുക്കാൻ അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പിനെ കൊടുക്കാൻ, ഉള്ളതിനെ മാറ്റാൻ, അതുപോലെ തന്നെ കൺസ്ട്രെയിൻസിനെ ആഡ് ചെയ്യാൻ, എനേബിൾ ചെയ്യാൻ, ഡിസേബിൾ ചെയ്യാനൊക്കെ ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡ്രോപ്പ് കമാൻഡ് ടേബിളിലെ വാല്യൂസിനെയും ടേബിളിനെയും ഡ്രോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ, റീനെയിം ഉള്ള പേരിന് പുതിയ പേര് കൊടുത്ത് ചേഞ്ച് ചെയ്യാം. സോ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Assignment question: explain the purpose of alter command with example. Second question: how to drop and rename the table. So thank you for watching Bosco Campus Vision. Bye.